നമസ്കാരം, ഷെക്കന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്തോനേഷ്യയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 53 ഉയർന്നതോടെ ആയിരക്കണക്കിന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെ 1000-ഓളം ഉപഭൂചലനങ്ങൾ തുടരുന്നതും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപ സമൂഹങ്ങളെ നടുക്കിയ വൻ ഭൂകമ്പത്തിന് പിന്നാലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സിക്ക, മാങ്ക്രായ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒട്ടേറെ വീടുകളും കെട്ടിടങ്ങളും തകർന്നടിഞ്ഞതാണ് മരണസംഖ്യ ഉയരുവാൻ കാരണമായത്. പ്രധാന പാതകളിൽ ഉണ്ടാകുന്ന തുടർച്ചയായ മണ്ണിടിച്ചിലും വൈദ്യുത വാർത്താവിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടതും ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തുന്നത് വൈകിപ്പിക്കുന്നുണ്ട്. തുടർചലനങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്താൽ വീടുകൾ നഷ്ടപ്പെട്ട 5000-ലധികം ആളുകളാണ് താൽക്കാലിക ക്യാമ്പുകളിലും തുറസായ സ്ഥലങ്ങളിലും കഴിച്ചുകൂട്ടുന്നത്. റിലീഫ് ക്യാമ്പുകളിൽ ഭക്ഷണവും കുടിവെള്ള മരുന്നുകളും എത്തിക്കുവാൻ സൈന്യവും ദുരന്ത നിവാരണ സേനയും അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നു. മേഖലയിൽ കൂടുതൽ ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുവാൻ സാധ്യതയുള്ളതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ഉത്തര കൊറിയയുമായുള്ള ബന്ധവും അമിതമായ ചെലവും ചൂണ്ടിക്കാട്ടി ദക്ഷിണ കൊറിയയുമായി നടത്താനിരുന്ന സംയുക്ത സൈനിക അഭ്യാസങ്ങളുടെ വ്യാപ്തി വെട്ടിക്കുറയ്ക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെന്റഗണിന് നിർദ്ദേശം നൽകി. റദ്ദാക്കുവാൻ വൈകിയതിനാൽ ഇളവുകളോടെ പരിശീലനം തുടരുവാനാണ് നിർദ്ദേശം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയുമായി ചേർന്ന് നടത്താനിരുന്ന വാർഷിക സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുവാനാണ് അദ്ദേഹം പെന്റഗണിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായുള്ള തന്റെ നല്ല വ്യക്തിബന്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരം സൈനിക നീക്കങ്ങൾ തെറ്റായ സന്ദേശം നൽകുമെന്നും ഇവ അനാവശ്യമായി ഭാരിച്ച ചെലവ് ഉണ്ടാക്കുമെന്നുമാണ് ട്രംപിന്റെ വാദം. സൈനിക അഭ്യാസം പൂർണ്ണമായി റദ്ദാക്കുവാൻ വൈകിയതിനാലാണ് വ്യാപ്തി കുറച്ച് മുന്നോട്ട് പോകുവാൻ പ്രതിരോധ സെക്രട്ടറിക്ക് ട്രംപ് നിർദ്ദേശം നൽകിയത്. ഇതിനു പുറമെ ഇറാന്റെ ആണവ വിഷയത്തിൽ സഹകരിക്കുവാൻ ദക്ഷിണ കൊറിയ വിസമ്മതിച്ചിലുള്ള അമർഷവും ട്രംപ് പരസ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ പ്രസ്താവനകൾക്കിടയിലും തങ്ങളുടെ നിശ്ചിത സുരക്ഷാ പരിശീലനങ്ങളുമായി മുന്നോട്ട് പോകുവാനാണ് ദക്ഷിണ കൊറിയൻ സൈന്യത്തിന്റെ തീരുമാനം. ഉക്രൈനിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും ഉൽപ്പാദനം ഭാഗികമായി തടസ്സപ്പെടുകയും ചെയ്തു. ഇതിന് മറുപടിയായി മോസ്കോ മേഖല ലക്ഷ്യമാക്കി ഉക്രൈൻ നടത്തിയ വൻ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയിലെ പ്രമുഖ ഇ-കൊമേഴ്സ് സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ തീപിടിക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വ്യോമാക്രമണങ്ങൾ കടുക്കുന്നതിനിടയിൽ ഇരു രാജ്യങ്ങളും കനത്ത നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉക്രൈനിലെ ക്രിവിറിഹ് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി മിത്തലിന്റെ ഉടമസ്ഥതയിലുള്ള അർസലർ മിത്തൽ സ്റ്റീൽ ഫാക്ടറിക്ക് നേരെ റഷ്യ മിസൈൽ ആക്രമണം നടത്തി. ആക്രമണത്തിൽ 2 ജീവനക്കാർ കൊല്ലപ്പെടുകയും 14ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് രാജ്യത്തെ പ്രമുഖ സ്റ്റീൽ നിർമ്മാണശാലയുടെ പ്രവർത്തനം ഭാഗികമായി നിർത്തിവച്ചു. ഇതിനു പുറമെ തലസ്ഥാനമായ കീവിലും മറ്റ് പ്രദേശങ്ങളിലും റഷ്യൻ ഡ്രോണുകൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റഷ്യൻ ആക്രമണങ്ങൾ ശക്തമായ തിരിച്ചടിയാണ് ഉക്രൈൻ നൽകിയത്. മോസ്കോ ലക്ഷ്യമാക്കി ഉക്രൈൻ അയച്ച 100 കണക്കിന് ഡ്രോണുകളിൽ ചിലത് റഷ്യൻ തലസ്ഥാന പ്രദേശങ്ങളിൽ വീണു. പഡോൾസ്ക് മേഖലയിലുള്ള വൈൽഡ് ബെറീസ് ഇ-കൊമേഴ്സ് കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ഇവിടെ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. അതിർത്തി പ്രദേശങ്ങളിലേക്ക് യുദ്ധം കൂടുതൽ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ റൊമേനിയൻ വ്യോമാതിർത്തി ലംഘിച്ച ഒരു ഡ്രോൺ നാറ്റോയുടെ പോർവിമാനം വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. സ്പാനിഷ് എൻക്ലേവായ സ്യൂട്ടായിലെത്തിയ 100 കണക്കിന് അഭയാർത്ഥികൾ തങ്ങളെ മൊറോക്കോയിലേക്ക് തിരിച്ചയക്കരുതെന്നും അഭയം നൽകണമെന്നും ആവശ്യപ്പെട്ട് കടൽ തീരത്ത് പ്രതിഷേധ സമരം നടത്തി. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ദുരിതപൂർണമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന സാഹചര്യത്തിൽ നിയമവിരുദ്ധമായി എത്തിയവർക്ക് രാജ്യത്ത് തുടരുവാൻ അനുമതി നൽകില്ലെന്ന നിലപാടിൽ സ്പാനിഷ് ഭരണകൂടം ഉറച്ചു നിൽക്കുകയാണ്. വടക്കേ ആഫ്രിക്കൻ അതിർത്തിയിലെ സ്പാനിഷ് എൻക്ലേവായ സ്യൂട്ടായിൽ വലിയ രീതിയിലുള്ള അഭയാർത്ഥി പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. 2 ആഴ്ച മുൻപ് നടന്ന കൂട്ട കുടിയേറ്റ ശ്രമങ്ങൾക്ക് ശേഷം ഇവിടെ തുടരുന്ന 100 കണക്കിന് അഭയാർത്ഥികൾ തങ്ങളെ മൊറോക്കോയിലേക്ക് തിരിച്ചയക്കരുതെന്നും സ്പെയിനിൽ അഭയം നൽകണമെന്നും ആവശ്യപ്പെട്ട് എൽ ട്രാംബോളിൻ കടൽ തീരത്ത് ഒന്നിച്ചുകൂടി. സ്പാനിഷ് പതാകകളും പ്ലക്കാർഡുകളും ഏന്തിയാണ് കടുത്ത തണുപ്പിലും ദുരിതപൂർണമായ സാഹചര്യത്തിലും കഴിയുന്ന ഇവർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. അതിർത്തി സുരക്ഷാ ഭീഷണിയും അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവും മൂലം സ്യൂട്ടായിലെ പ്രാദേശിക ഭരണകൂടവും ആരോഗ്യ സംവിധാനങ്ങളും കടുത്ത സമ്മർദ്ദത്തിലാണ്. എന്നാൽ നിയമവിരുദ്ധമായി അതിർത്തി കടന്നെത്തിയവർക്ക് സ്പെയിനിൽ താങ്ങാനോ പ്രധാന ഭൂപ്രദേശത്തേക്ക് യാത്ര ചെയ്യുവാനോ അനുമതി നൽകില്ലെന്ന് സ്പാനിഷ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കടുത്ത മാനുഷിക പരീക്ഷണങ്ങളും പകർച്ചവ്യാധി ഭീഷണികളും നിലനിൽക്കെ പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. ഇറ്റലിയിൽ നിന്ന് കോടികൾ വില വരുന്ന ക്രിസ്തീയ കലാസൃഷ്ടികൾ മോഷ്ടിക്കപ്പെട്ടു. ഇറ്റലിയിലെ സിസിലിയയിലുള്ള മെസീന മ്യൂസിയത്തിൽ നിന്ന് പ്രശസ്ത നവോത്ഥാന ചിത്രകാരൻ അന്റണാലോ ഡ മെസീനായുടെ 4 അപൂർവ കലാസൃഷ്ടികൾ കവർച്ചക്കാർ മോഷ്ടിച്ചു. രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് നടത്തിയ ഈ മോഷണത്തിൽ 8 കോടി യൂറോയിലധികം മൂല്യം വരുന്ന ചിത്രങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഇറ്റലിയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് സിസിലിയയിലെ പ്രശസ്ത മ്യൂമേ പ്രാദേശിക മ്യൂസിയത്തിലാണ് വൻ കലാസൃഷ്ടി കവർച്ച നടന്നത്. ഇറ്റാലിയൻ ഒഴിവുകാല ആഘോഷ ഫെറാഗോസ്റ്റോ രാവിൽ നഗരത്തിൽ ആളുകൾ തടിച്ചുകൂടിയ സമയം മുതലെടുത്താണ് മോഷണം നടത്തിയത്. സുരക്ഷ
സുരക്ഷാ അലാറങ്ങളും കാവൽക്കാരെയും വെട്ടിച്ച് അകത്ത് കടന്ന മോഷ്ടാക്കൾ അന്റാണാലോ ഡാ മെസീനായുടെ 1473 പ്രശസ്തമായ സാൻ ഗ്രെഗോറിയോ തടികൊണ്ടുള്ള ചിത്രഫലകങ്ങളിൽ 3 അത്യപൂർവമായ പിയാത്ത ചിത്രവുമാണ് കടത്തിക്കൊണ്ടുപോയത്. 800 കോടിയിലധികം രൂപ മൂല്യം കണക്കാക്കുന്ന ഈ ചിത്രങ്ങളുടെ നഷ്ടം സാംസ്കാരിക ലോകത്തിന് കനത്ത പ്രഹരമാണെന്ന് മ്യൂസിയം അധികൃതർ പ്രതികരിച്ചു. അതീവ സുരക്ഷിതമായ ഗ്ലാസ് കേസിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ചിത്രങ്ങളാണ് നഷ്ടപ്പെട്ടത്. അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രശസ്തമായ ഇത്തരം ചിത്രങ്ങൾ സാധാരണ വിപണിയിൽ വിറ്റഴിക്കുവാൻ കഴിയില്ലെന്നിരിക്കെ കുറ്റകൃത്യ സംഘങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾക്കാണോ ഇത് കടത്തിയതെന്ന സംശയത്തിൽ ഇറ്റാലിയൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ലാല ചുഴലിക്കാറ്റ് വീശിയടിച്ചതിനെ തുടർന്ന് ഹവായിയിൽ 5 ലക്ഷത്തിലധികം വീടുകളിൽ വൈദ്യുതി മുടങ്ങുകയും കുറഞ്ഞത് 400ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ചുഴലിക്കാറ്റിൽ നിന്നും സാധാരണ നിലയിലേക്ക് ലാലയുടെ തീവ്രത കുറഞ്ഞെങ്കിലും ശക്തമായ മഴയും മിന്നൽ പ്രളയവും പ്രദേശത്ത് കനത്ത നാശനഷ്ടമാണ് വിതച്ചിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ഹവായ് ദ്വീപുകളെ ലക്ഷ്യമാക്കി നീങ്ങിയ ലാല കൊടുങ്കാറ്റ് വലിയ നാശനഷ്ടങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കനത്ത കാറ്റിലും മഴയിലും വൈദ്യുത ലൈനുകളും ട്രാൻസ്മിഷൻ ടവറുകളും തകർന്നതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇരുട്ടിലായത്. പ്രധാന ദ്വീപായ ഒഹാവുവിലും മൗയിലുമാണ് വൈദ്യുതി ബന്ധം ഏറ്റവും കൂടുതൽ തടസ്സപ്പെട്ടത്. മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിൽ വീശിയടിച്ച കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണത് ഗതാഗതത്തെയും രക്ഷാപ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിച്ചു. കരയിലേക്ക് കടന്നതോടെ ലാലയുടെ ശക്തി കുറഞ്ഞ് ട്രോപ്പിക്കൽ സ്റ്റോമായി മാറിയെങ്കിലും മിന്നൽ പ്രളയഭീതി ഇപ്പോഴും ഒഴിവായിട്ടില്ല. ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ഹവായ് ഗവർണർ ജോഷ് ഗ്രീൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് അധികൃതർ തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ അടിയന്തരമായി തുടരുകയാണ്. തെക്കൻ ലബനനിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കി ബോംബാക്രമണം തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള കമാൻഡർമാരുടെ വിവരങ്ങൾ പുറത്തുവിട്ടു. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ 11 പേർ കൊല്ലപ്പെട്ടതായാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തെക്കൻ ലബനനിൽ വീണ്ടും വ്യോമാക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ ഭീഷണി ഉയർത്തിയാൽ ഹിസ്ബുള്ളയ്ക്കെതിരെ വരും ദിവസങ്ങളിലും കടുത്ത ആക്രമണം തുടരുമെന്ന് പ്രഖ്യാപിച്ചു. ഇസ്രായേലി സൈനികർക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അതിർത്തി ഗ്രാമങ്ങളിൽ വൻ വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയത്. ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ബദർ യൂണിറ്റിലെയും അൽ റദ്വാൻ യൂണിറ്റിലെയും പ്രമുഖ കമാൻഡർമാരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. എന്നാൽ അൻസാർ ഗ്രാമത്തിലുണ്ടായ ബോംബാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും കൊല്ലപ്പെട്ടതായി ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ ആരോപിച്ചു. ഹിസ്ബുള്ള ജനങ്ങളെ മനുഷ്യ കവചമാക്കുകയാണെന്ന് ഇസ്രായേൽ ന്യായീകരിച്ചെങ്കിലും നിഷ്കളങ്കരായ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്നതിനെതിരെ ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളും ശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജൂണിൽ ഒപ്പുവച്ച വെടിനിർത്തൽ കരാറിന് ശേഷം മേഖലയിലുണ്ടാകുന്ന ഏറ്റവും ശക്തമായ ആക്രമണങ്ങളിൽ ഒന്നാണിത്. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.